Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഓൾറെഡി 100 ഡേ സ്റ്റഡി പ്ലാൻ വീഡിയോ, അതിനുശേഷം മൊഡ്യൂൾ വൈസ് അനാലിസിസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനുശേഷം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ മൊഡ്യൂളിലെയും സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള MCQ ഡിസ്കഷനാണ്. സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് മാനേജറൽ എക്കണോമിക്സിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ജൂനിയർ അക്കൗണ്ടന്റിന്റെ കോച്ചിങ് നമ്മൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, മാനേജറൽ എക്കണോമിക്സിന്റെ സിലബസ് നോക്കിയാൽ അറിയാം, ഡിമാൻഡ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. സ്റ്റേറ്റ്മെന്റ്സിലെ നമ്പർ 1, ഡിമാൻഡ് ഈസ് ഇഫക്റ്റീവ് ഡിസയർ ബാക്ക്ഡ് ബൈ വില്ലിംഗ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ അറ്റ് എ ഗിവൺ പ്രൈസ് ആൻഡ് ടൈം. Number 1. Number 2, a mere desire for a commodity without purchasing power constitutes demand in economic analysis. Number 3, demand is always expressed for a specific period. ഇതാണ് 3 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ്. 1 and 3, only 1, all are correct, then 1 and 2 are correct. എന്താണ് ആൻസർ വരാ? നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിമാൻഡ് ഈസ് ഇഫക്റ്റീവ് ഡിസയർ ബാക്ക്ഡ് ബൈ വില്ലിംഗ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ അറ്റ് എ ഗിവൺ പ്രൈസ് ആൻഡ് ടൈം. ഡിമാൻഡിന്റെ മീനിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. എപ്പോഴാണ് ഒരു പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാകുന്നത്? മെയിനായിട്ട് 3 കാര്യങ്ങളാണ്. നമ്പർ 1, ഡിസയർ, ആഗ്രഹം ഉണ്ടായിരിക്കണം. ഒരു പ്രോഡക്റ്റ് ആൾക്കാർക്ക് മേടിക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കണം. നമ്പർ 2, ആഗ്രഹം മാത്രം പോരാ, എബിലിറ്റി ടു പേ, പർച്ചേസിങ് പവർ ഉണ്ടായിരിക്കണം, മേടിക്കാനുള്ള കാശ് ഉണ്ടായിരിക്കണം, അല്ലേ? ഇത് രണ്ടും പോരാ. നമുക്ക് ആഗ്രഹമുണ്ട്, ദെൻ കയ്യിൽ പൈസ ഉണ്ട്, ബട്ട് നമ്മൾ വില്ലിങ് അല്ലെങ്കിലോ കാര്യമില്ല. വില്ലിങ്നെസ് ടു ബൈ. നമ്മൾ ഫൈനലി എന്ത് ചെയ്യണം? പിശുക്കന്മാരാണെങ്കിൽ കയ്യിലുള്ള പൈസ പോയാൽ ബുദ്ധിമുട്ടല്ലേ? ആഗ്രഹം ഉണ്ട്, കയ്യിൽ കാശുണ്ട്. ഭയങ്കര പിശുക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല? പേ ചെയ്യില്ല. അപ്പോൾ വില്ലിങ്നെസ് ഇല്ല, അങ്ങനെ അവിടെ ഡിമാൻഡ് ഉണ്ടാവില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വേണം. ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് ഉണ്ടാകുന്നത് മെയിനായിട്ട് 3 കാര്യങ്ങളുടെ ബേസിലാണ്. ഡിസയർ പ്ലസ് എബിലിറ്റി ടു പേ പ്ലസ് വില്ലിങ്നെസ് ടു ബൈ ആണ്. അപ്പോൾ അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ഡിമാൻഡിന്റെ മീനിങ് ആണ്. രണ്ടാമത്, മിയർ ഡിസയർ ഫോർ എ കമോഡിറ്റി, വെറുതെ ആഗ്രഹമുണ്ട്, വിത്തൗട്ട് പർച്ചേസിങ് പവർ കോൺസ്റ്റിറ്റ്യൂട്ട് ഡിമാൻഡ് ഇൻ ഇക്കണോമിക് അനാലിസിസ്. അത് തെറ്റല്ലേ? നമുക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മിയർ ഡിസയർ മാത്രം പോരാ, വെറുതെ ആഗ്രഹം മാത്രം പോരാ, അവിടെ പർച്ചേസിങ് പവർ വേണം. അവിടെ പറയുന്നത് മിയർ ഡിസയർ മതി, പർച്ചേസിങ് പവർ ഇല്ലെങ്കിലും അവിടെ ഡിമാൻഡ് ഉണ്ടെന്ന് പറയണം ഒരു പ്രൊഡക്റ്റിന്റെ. അത് തെറ്റല്ലേ? 3 കാര്യങ്ങൾ എന്തായാലും വേണം. ദെൻ ഡിമാൻഡ് ഈസ് ഓൾവേസ് എക്സ്പ്രസ്ഡ് ഫോർ എ സ്പെസിഫിക് പീരീഡ്. അത് ശരിയാണ്, നമ്മൾ പറഞ്ഞു ഒരു പെർട്ടിക്കുലർ പീരീഡിലെ, അല്ലേ? ഡിമാൻഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്ന ഒരു പെർട്ടിക്കുലർ പീരീഡിലത്തെയാണ്, അല്ലേ? ഇപ്പോഴും ഒരു സ്പെസിഫിക് പീരീഡ് ഉണ്ടായിരിക്കും, അതിൻ്റെ ബേസിലാണ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിയാണ്. 1ഉം 3 ആണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 2. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇൻഡിവിജ്വൽ ഡിമാൻഡ് റെഫേഴ്സ് ടു ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ എ സിംഗിൾ കൺസ്യൂമർ അറ്റ് വാരിയസ് പ്രൈസസ്. Market demand is the horizontal summation of individual demand curves. Then number 3, market demand is independent of the number of consumers in the market. 1 and 2, only 1, 2 and 3, all. എന്താണ് ആൻസർ വരാം? നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഇൻഡിവിജ്വൽ ഡിമാൻഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മീനിങ് ആണ്. ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് റെഫേഴ്സ് ടു ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ എ സിംഗിൾ കൺസ്യൂമർ അറ്റ് വാരിയസ് പ്രൈസസ്. ശരിയല്ലേ? ഒരു സിംഗിൾ കൺസ്യൂമർ ഡിമാൻഡിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയാം, അറ്റ് വാരിയസ് പ്രൈസസ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്.
രണ്ടാമത് എന്താ, മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്സ്. മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇൻഡിവിജ്വൽ ഡിമാൻഡിൻ്റെ ഡിമാൻഡ് കർവ്സ്, അതായത് നമ്മൾ ഗ്രാഫിക്കലി റെപ്പ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ ഡിമാൻഡിൻ്റെ ഹൊറിസോണ്ടൽ സമ്മേഷനെയാണ് നമ്മൾ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയാം. ശരിയാണ്. ഫോർ എക്സാമ്പിൾ, 1 കിലോ ആപ്പിളിന് 200 രൂപയാണ്. സോ പ്രമോദ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഈ വിലയിൽ 1 കിലോന് 200 രൂപയല്ലേ, ആ വ്യക്തിക്ക് 2 കിലോ ആപ്പിൾ വേണം. അത് പ്രമോദിൻ്റെ പ്രമോദിനെ റിലേറ്റ് ചെയ്യുമ്പോൾ അതെന്താണ്, ഇൻഡിവിജ്വൽ ഡിമാൻഡാണ്. ഇനി അപ്പുറത്ത് കൃഷ്ണൻ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിക്ക് 1 കിലോ ആപ്പിളിന് 200 രൂപയാണ്, ആ വ്യക്തിക്ക് 4 കിലോ ആപ്പിൾ വേണം. ഈ റേറ്റിന് ആൾക്ക് 4 കിലോ ആപ്പിൾ. അപ്പോൾ ടോട്ടല് എന്താണ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഇതിനെ രണ്ടിനും കൂടിയിട്ട് ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇതിൻ്റെ ടോട്ടൽ ഡിമാൻഡ്. ഇൻഡിവിജ്വൽ ഡിമാൻഡിൻ്റെ സമ്മേഷനെയാണ്. ടോട്ടൽ എത്ര ഡിമാൻഡ് ഉണ്ട്? ആദ്യത്തെ പ്രമോദിന് 2 കിലോ ആണ് പറയുന്നത്, രണ്ടാമത്തെ ആൾക്ക് 4 കിലോ. അപ്പോൾ 6 കിലോ എന്തുണ്ട്, നമ്മുടെ ആപ്പിളിന് ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ ആ മാർക്കറ്റിൽ ആ കൂടി 2 പേരുള്ളതെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ടോട്ടല്? 6 ആണ്. ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികളുടെയാണ്, മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സമ്മേഷനാണ് ഹൊറിസോണ്ടൽ. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓക്കെ. Then number 3, market demand is independent of the number of consumers in the market. മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതാണെന്നാണ് പറയണത്. ഇൻഡിപെൻഡൻ്റ് ഓഫ് ദ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിലെ കൺസ്യൂമേഴ്സിൻ്റെ നമ്പർ അതുമായിട്ട് റിലേഷൻ ഇല്ല മാർക്കറ്റ് ഡിമാൻഡിന് ഇൻഡിപെൻഡൻസ് എന്നാണ് പറയണത്. അത് തെറ്റല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഓരോന്നും ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും, അതിൻ്റെ സമ്മേഷനാണ് മാർക്കറ്റ് ഡിമാൻഡ്. മാർക്കറ്റ് ഡിമാൻഡിനെ സെപ്പറേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല ഇൻഡിപെൻഡൻ്റ് ആണ് മാർക്കറ്റ് ഡിമാൻഡ്. ഇൻഡിവിജ്വലിനെ അനുസരിച്ചിട്ടാണ് മാർക്കറ്റ് ഡിമാൻഡ് അല്ലേ രൂപപ്പെടുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇൻഡിപെൻഡൻ്റ് ആണ് മാർക്കറ്റ് ഡിമാൻഡിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ. അപ്പോൾ 1ഉം 2 ആണ് കറക്റ്റായിട്ട് വരിക. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 3. Joint demand arises when 2 or more goods are demanded together to satisfy a single want. Composite demand exists when a commodity can be put to multiple uses. Increase in price of one jointly demanded good increases demand for the other. ഇതാണ് 3 സ്റ്റേറ്റ്മെൻറ്റ്സ്. 1 and 2, 1 and 3, only 1, all. നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ജോയിൻറ്റ് ഡിമാൻഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. Joint demand arises when 2 or more goods are demanded together to satisfy a single one. അത് ആക്ച്വലി കോംപ്ലിമെൻ്ററി ഗുഡ്സ് ഇല്ലേ, അതിൻ്റെ മീനിങ് ആണ്. അതാണ് നമുക്കിവിടെ എക്സാമ്പിളായിട്ട് പറയാൻ സാധിക്കുക. അപ്പോഴാണ് ജോയിൻറ്റ് ഡിമാൻഡ്. ഇപ്പോൾ കാറും പെട്രോളും, പെൻ ആൻഡ് എന്താണ് ഇങ്ക് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ഇത് രണ്ടും കൂടുമ്പോഴാണ് അവിടെ ഡിമാൻഡ് വരാം. ഒരാവശ്യം നിറവേറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കാറും പെട്രോളും അല്ലെങ്കിൽ ഡീസൽ രണ്ടും കൂടി വരുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത് അല്ലേ, കാര്യങ്ങൾ നടക്കുക. അതുകൊണ്ടാണ് കോംപ്ലിമെൻ്ററി ആണ്, കോംപ്ലിമെൻ്ററി ഗുഡ്സാ. സോ ജോയിൻറ്റ് ഡിമാൻഡ് അപ്പോഴാണ് വരുന്നത്. റൈസസ് വെൻ 2 or more goods are demanded together to satisfy a single one. ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് എഴുതണം, പെന്നും വേണം, ഇനി ഇഗും വേണം അല്ലേ. അപ്പോൾ അതിനാണ് ജോയിൻറ്റ് ഡിമാൻഡ് എന്ന് പറയാം. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ നമ്പർ 2, കോമ്പോസിറ്റ് ഡിമാൻഡ് എക്സിസ്റ്റ് വെൻ എ കമ്മോഡിറ്റി ക്യാൻ ബി പുട്ട് ടു മൾട്ടിപ്പിൾ യൂസസ്. ഒരു കമ്മോഡിറ്റി ഒന്നിലധികം കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമുക്കതിനെ കോമ്പോസിറ്റ് ഡിമാൻഡ് എന്ന് പറയാൻ സാധിക്കുക. കറക്റ്റാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സ്റ്റീൽ വെച്ചിട്ട് നമുക്ക്, അതുപോലെ തന്നെ മിൽക്ക് പ്രൊഡക്ട്സ്, അത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിലോട്ട് പോകാം ഒരൊറ്റ ഐറ്റം വെച്ചിട്ട്. അതൊക്കെ എന്താണ് കോമ്പോസിറ്റ് ഡിമാൻഡിന് എക്സാമ്പിളാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, increase in price of one jointly demanded good increases demand for the other. എന്താ പറയുന്നത്, ഒരു ജോയിൻ്റ്ലി ഡിമാൻഡിൻ്റെ എക്സാമ്പിൾ നേരത്തെ നമ്മൾ പറഞ്ഞു, കോംപ്ലിമെൻ്ററി കാറും പെട്രോളും. അപ്പോൾ അതിൽ ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് വൺ ജോയിൻ്റ്ലി ഡിമാൻഡഡ് ഗുഡ്. ഇപ്പോൾ പെട്രോളിൻ്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ ഗുഡ് ഇൻക്രീസസ് ഡിമാൻഡ് ഫോർ ദ അതർ. അപ്പോൾ മറ്റേ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂട്ടുന്ന പറയണത്. അത് തെറ്റല്ലേ? ജോയിൻ്റ്ലി ഡിമാൻഡിൻ്റെ കേസിൽ ഇപ്പോൾ കാറും പെട്രോളാണ് പറയുന്നതെങ്കിൽ പെട്രോളിൻ്റെ വില കൂടിയിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി കാറിനെ എഫക്റ്റ് ആക്കുക ചെയ്യുക അല്ലേ. ഇങ്കും പെന്നും
ഇങ്കിൻ്റെ വില കൂടി കഴിഞ്ഞാൽ അത് ആക്ച്വലി പെന്നിനെ എഫക്റ്റ് ചെയ്യുക. അല്ലാണ്ട് ജോയിൻ്റ്ലി ഡിമാൻഡ് എന്ന് പറയുമ്പോൾ രണ്ടോ അതിലധികമോ ഗുഡ്സ് കോംപ്ലിമെൻ്ററി ആണത്, ഒരുമിച്ചായിട്ടാണ് വേറൊരു പ്രോഡക്റ്റ് അവിടെ കൊടുക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മറ്റതിനെ ബാധിക്കുകയാണ് ചെയ്യുക, അല്ലേ? ഡിമാൻഡിനെ ബാധിക്കുകയാണ് ചെയ്യുക, കുറയുക ചെയ്യുക ഡിമാൻഡ്. ഇവിടെ കൂടുന്നു എന്നാണ് പറയണത്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ 1ഉം 2 ആണ് കറക്റ്റായിട്ട് വരിക. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 4. Statement 1. Derived demand arises due to demand for another good. Demand for labor is direct demand independent of output demand. Derived demand is also known as indirect demand. Only 1 and 3, 2 and 3, all. നമുക്ക് നോക്കാം. ആദ്യത്തെ ഡിറൈവ്ഡ് ഡിമാൻഡ് അറൈസസ് ഡ്യൂ ടു ഡിമാൻഡ് ഫോർ അനദർ ഗുഡ്. അപ്പോൾ ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എന്താ, ആ വേർഡിൽ തന്നെ ഉണ്ട്, വേറൊരു പ്രോഡക്റ്റിന് മൂല്യം കൂടുമ്പോഴാണ്, അല്ലെ, ഡിമാൻഡ് കൂടുമ്പോഴാണ് ഈ പ്രോഡക്റ്റിൻ്റെ എന്ത് വരുന്നത്, ഡിമാൻഡ് ഡിറൈവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ വരുന്നത്. അതിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറയാം. അതാണ് പറയുന്നത്, കണ്ടില്ലേ? ഡിറൈവ്ഡ് ഡിമാൻഡ് അറൈസസ് ഡ്യൂ ടു ഡിമാൻഡ് ഫോർ അനദർ ഗുഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ സ്റ്റീലിന് സെപ്പറേറ്റ് ഒരു എക്സിസ്റ്റൻസ് ഇല്ലല്ലോ. സ്റ്റീലുണ്ട്, അതിനെന്തുകൊണ്ടാണ് ഡിമാൻഡ് വരുന്നത്? അത് വെച്ച് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നു, അല്ല, കാർ ഉണ്ടാക്കുന്നു. അപ്പോൾ കാറിൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ, അതിൻ്റെ പ്രൈസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന സ്റ്റീലിൻ്റെ ഡിമാൻഡ് അവിടെ കൂടും, ഡിറൈവ് ചെയ്തു വരാണ്. അതാണ് പറയുന്നത് ഡിറൈവ് ഡിമാൻഡ് എങ്ങനെ വരുന്നത്, ഡ്യൂ ടു ഡിമാൻഡ് ഫോർ അനദർ ഗുഡ്. വേറൊരു ഗുഡിൻ്റെ ഡിമാൻഡ് കൂടുമ്പോഴാണ് ഡിറൈവ്ഡ് ഡിമാൻഡ് അവിടെ ഉണ്ടാകുന്നത് സ്റ്റീലിന്. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, കറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ, ഡിമാൻഡ് ഫോർ ലേബർ ഈസ് എ ഡിറക്റ്റ് ഡിമാൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് ഔട്ട്പുട്ട് ഡിമാൻഡ്. രണ്ടാമത് പറയുന്നത് നമ്മൾ ലേബറിനെ ഹയർ ചെയ്യണ സമയത്ത് അതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് പറയുന്നത്. പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഔട്ട്പുട്ട് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഡിമാൻഡിനെ അനുസരിച്ചിട്ടല്ല നിൽക്കുന്നത്. ലേബറിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നത്. അത് തെറ്റല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, സ്മാർട്ട് ഫോൺ ഉണ്ടാക്കുന്ന കമ്പനിയിൽ സ്മാർട്ട് ഫോണിനെ അസംബിൾ ചെയ്യുന്ന ലേബേഴ്സ്, അപ്പോൾ സ്മാർട്ട് ഫോണിന് നല്ല രീതിയിൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അസംബിൾ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തുണ്ടാവുള്ളൂ, ഡിമാൻഡ് ഉണ്ടാവുള്ളൂ, ജോലി ഉണ്ടാവുള്ളൂ, പൈസ ഉണ്ടാവുള്ളൂ. സോ ഇതെന്താണ്, ഡിപ്പെൻഡൻ്റാ. ഈ പറയുന്ന ലേബറിൻ്റെ ഡിമാൻഡ് എന്ന് പറയണത് ഔട്ട്പുട്ടായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. ഇവർ പറയുന്നത് എന്താ, ഇൻഡിപെൻഡൻ്റ് ആണെന്നാ. അത് തെറ്റല്ലേ? ഡിപ്പെൻഡൻ്റ് ആണ് ആക്ച്വലി. ഓക്കെ, ഡിറൈവ്ഡ് ഡിമാൻഡിനെ ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അതുകൊണ്ട് തെറ്റാണ്. ഇനി ഡിറൈവ്ഡ് ഡിമാൻഡ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡിറക്റ്റ് ഡിമാൻഡ്. കറക്റ്റാണ്, ഇൻഡിറക്റ്റ് ഡിമാൻഡ് അല്ലേ? ഇൻഡിറക്ട്ലി അവിടെ ഡിമാൻഡ് വരാണ്. സ്റ്റീലിന് എങ്ങനെ ഡിമാൻഡ് വരുന്നത്, വേറൊരു പ്രോഡക്റ്റ് അത് വെച്ച് ഉണ്ടാക്കി വിറ്റ് അതിന് ഡിമാൻഡ് കൂടുമ്പോൾ ഇതിന് ഡിമാൻഡ് കൂടുകയാണ്. സോ ഇൻഡിറക്റ്റ് ആണ്. സോ 1ഉം 3 ആണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ ബി ആണ് ആൻസർ. നമുക്കൊരു ചോദ്യം കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ഓട്ടോണമസ് ഡിമാൻഡ് ഈസ് ഇൻകം ഇൻഡിപെൻഡൻറ്റ്. ദെൻ ഇൻഡ്യൂസ്ഡ് ഡിമാൻഡ് അറൈസസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം. All necessities fall under autonomous demand. 1 and 2, 1 and 3, 2 and 3, all. നമുക്ക് നോക്കാം. നമ്പർ 1, ഓട്ടോണമസ് ഡിമാൻഡ് ഈസ് ഇൻകം ഇൻഡിപെൻഡൻറ്റ്. എന്താണ് മീൻ ചെയ്യുന്നത്? ഓട്ടോണമസ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻകത്തിൽ എന്ത് കാര്യങ്ങൾ വന്നാലും ഓട്ടോണമസ് ഡിമാൻഡ് ഉള്ള പ്രോഡക്റ്റിന് എപ്പോഴും അവിടെ എന്തുണ്ടാവും, ഡിമാൻഡ് ഉണ്ടായിരിക്കും. എന്ത് കാര്യങ്ങളാണെങ്കിലും ഇൻകം ഇല്ലെങ്കിലും അവിടെ എങ്ങനെയാലും ഇതിന് ഡിമാൻഡ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അതിനെ ഓട്ടോണമസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോണമസ് ഡിമാൻഡിൽ നെസസിറ്റീസ്, നമുക്ക് ഏറ്റവും വേണ്ട കാര്യങ്ങളുടെ ഡിമാൻഡാണ്, അതിനെയാണ് പറയുന്ന ഓട്ടോണമസ് ഡിമാൻഡിൽ പറയാൻ പറ്റുക. നമുക്ക് തീരെ ഇൻകം ഇല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാധനങ്ങൾ, ഫുഡ് കഴിക്കണം, ഷെൽട്ടർ വേണം, ഇതില്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് തീരെ ഇൻകം ഇല്ലെങ്കിൽ നമ്മളത് എങ്ങനെയെങ്കിലും അതിനുള്ള വകുപ്പെങ്കിലും ഉണ്ടാക്കും. കാരണം നമുക്ക് മുന്നോട്ട് പോകണമല്ലോ ജീവിക്കാൻ. സോ അതുകൊണ്ടാണ് നെസസിറ്റീസിനെ നമ്മൾ ഓട്ടോണമസ് ഡിമാൻഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ,
ഇനി ഇൻഡ്യൂസ്ഡ് ഡിമാൻഡ് റൈസസ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ഇൻകം. അതും ശരി. ഇൻഡ്യൂസ്ഡ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ഇൻകത്തിൽ അവിടെ വ്യത്യാസം വരുമ്പോൾ നമുക്ക് ഇതുവരെയായിട്ട് നമ്മൾ ചെയ്യാത്ത മേടിക്കാത്ത സാധനങ്ങൾ ചിലപ്പോൾ മേടിക്കാൻ ട്രൈ ചെയ്യാണ്. ഇൻഡ്യൂസ്ഡ് ആണ്, പ്രചോദനം അല്ലേ, ഒരു പ്രേരണ കിട്ടാണ്. അപ്പോൾ ഇൻകത്തിൽ വരുന്ന വ്യത്യാസം അനുസരിച്ചിട്ട് അവിടെ ഡിമാൻഡ് വരുമ്പോഴാണ് ഇൻഡ്യൂസ്ഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓൾ നെസസിറ്റീസ് ഫോൾ അണ്ടർ ഓട്ടോണമസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഓൾ നെസസിറ്റീസ് എന്ന് പറയുമ്പോൾ അത് ഓട്ടോണമസ് ഡിമാൻഡിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാതും കറക്റ്റാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ മാനേജർ എക്കണോമിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണെന്ന് 5 ഡിസ്കസ് ചെയ്തത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്തൊരു 5 ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കുട്ടികളും MCQs പ്രാക്ടീസ് ചെയ്യുക, സബ്ജക്റ്റ് പഠിക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ നമുക്ക് മെയിൻ ലിസ്റ്റിലോട്ട് കയറാൻ സാധിക്കുള്ളൂ. നമ്മളിതിന് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.